കൊട്ടാരക്കരയിലെ എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയാവാൻ 12 ലക്ഷം. നിലമേൽ NSS കോളേജിൽ ക്ലർക്കായി ജോലിക്ക് 33 ലക്ഷം. ഇങ്ങനെ കൊല്ലം കുളത്തൂപ്പുഴയിലെ CPM പ്രാദേശിക നേതാവ് 2 പേരിൽ നിന്ന് തട്ടിയ കണക്കു മാത്രമാണിത്. കുളത്തൂപ്പുഴ സ്വദേശി നിസാറും കൂട്ടരും നടത്തിയ തട്ടിപ്പ് പുറത്തു വന്നതോടെ ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. പോലീസ് കേസെടുത്തോടെ ഒളിവിൽ പോയ നിസാറിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നിസാർ ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി പരാതികളുണ്ടെന്ന് പോലീസ് പറയുന്നു. സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞായിരുന്നു പലരിൽ നിന്നും പണം തട്ടിയത്. 2022 സെപ്റ്റംബറിൽ കൊട്ടാരക്കര സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് നിസാറും കൂട്ടാളികളും ചേർന്ന് ഇടമുളയ്ക്കൽ സ്വദേശിനി ശ്രുതിയിൽ നിന്നും 3 അക്കൗണ്ടുകളിലായി 12 ലക്ഷം രൂപയും 2023 ഒക്ടോബറിൽ അഞ്ചൽ സ്വദേശി പങ്കജിന്റെ കയ്യിൽ നിന്നും നിലമേൽ NSS കോളേജിൽ ക്ലർക്കായി ജോലി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച 33,37,000 രൂപയും തട്ടിയെടുക്കുകയായിരുന്നു. എന്നാൽ പറഞ്ഞ സമയത്ത് ജോലി ലഭിക്കാതെ വരികയും നൽകിയ പണം തിരികെ ലഭിക്കാതെ വരികയും ചെയ്തതോടെ തട്ടിപ്പിനിരയായവർ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. ഇതോടെ നിസാർ വിദേശത്തേക്ക് കടന്നു. കേസെടുത്ത അഞ്ചൽ പോലീസ് നിസാറിനായി ലൂക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും വിമാനത്താവളങ്ങളിലുൾപ്പെടെ അറിയിപ്പ് കൈമാറുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ നിസാറിനെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെക്കുകയും പിന്നീട് അഞ്ചൽ പോലീസിന് കൈമാറുകയും ചെയ്തു. അഞ്ചൽ SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ നിസാർ ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ നിരവധി പരാതികളുണ്ടെന്ന് പോലീസ് പറയുന്നു. കുളത്തൂപ്പുഴയിലെ CPM ലോക്കൽ കമ്മിറ്റി അംഗം, DYFI വില്ലേജ് പ്രസിഡന്റ്, KSKTU വില്ലേജ് സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നിസാർ കുളത്തൂപ്പുഴ നെടുവണ്ണൂർക്കടവിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് വകുപ്പിന്റെ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. സ്ഥാപനത്തിൽ നിന്നും ഉൾപ്പെടെ നിരവധി പരാതികൾ ഉയർന്നതോടെ പാർട്ടി നേതൃത്വം നിസാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഡെപ്പോസിറ്റ് ചെയ്യാത്ത തുകയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്തുവെന്ന് കാണിച്ച് കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിൽ വ്യാജ മെസ്സേജ് അയച്ചതിനും നിസാറിനെതിരെ കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു. അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത നിസാറിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം.